അങ്ങനെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങി വന്നപ്പോൾ നീരവ് വരാറായിട്ടുണ്ട്. അവൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പോക്കാണ്. പൊട്ടിച്ച പാക്കറ്റുകൾ തപ്പി നോക്കിയപ്പോഴും അതിലൊരു അവലിരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അവലുണ്ടാക്കാൻ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ചൊന്നുമല്ല കേട്ടോ, തേങ്ങയും ശർക്കരയും ഉണ്ട്. അതാണ് എൻ്റെ അനുകൂല സാഹചര്യം. എന്നും ചെയ്യണ പോലെ തന്നെ പാൽപ്പാഴ എടുത്തൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ചായ വെക്കാൻ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. ആ തിളയ്ക്കണ നേരം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചിരവിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് നേരം കുറച്ച് ഓവറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേഗം അവല് നനയ്ക്കാൻ നിന്നു. ഭാഗ്യം തിളച്ച് പോയില്ല. ഇനി കുറച്ച് ശർക്കര കുട്ടന്മാരെടുത്തിട്ട് ഒരെണ്ണം മതിയാവും. അതെടുത്ത് കുറച്ച് ചതച്ചെടുത്തു. പിന്നെ എല്ലാം ചടപടേന്നായിരുന്നു കേട്ടോ. അതൊക്കെ കൂടെ മിക്സ് ചെയ്തു. ഇനി അവല് നനയ്ക്കാൻ വേണ്ടി തേങ്ങ വെള്ളം ഇല്ലേ, അതാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. എല്ലാം സെറ്റാവാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഞാൻ വേഗം സ്കൂൾ ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണേ. അങ്ങനെ നീരവ് എത്തിയിരിക്കുന്നു ഗായ്സ്. അവൻ്റെ ID കാർഡ് കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും 2 കഷ്ണാക്കിയിട്ടാട്ടോ കൊണ്ടുവന്നത്. ഇതാ നിവേദ് നീരവിന് കുറച്ച് ചിപ്സ് ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഷേപ്പ് കിടപ്പിക്ക് ചിരി വരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? അങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോഴാണ് നീരവിൻ്റെ ഷൂസ് ഇതാ ശ്രദ്ധിക്കണത് കേട്ടോ. രണ്ട് സൈഡിലേക്ക് ഇട്ടിട്ട് നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. കഴിക്കുന്ന ചിപ്സ് മുഴുവൻ വെള്ള ഡ്രസ്സിലാക്കുമെന്ന് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നു. ദിവസം മുടങ്ങിയോണ്ട് വല്ല ഹോംവർക്ക് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിരുന്നു. അത് ചെക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് പിന്നെ ഈ ഒരു ടെൻഷൻ. വേറൊന്നുമല്ല കേട്ടോ, ലഞ്ച് ബോക്സ് അതെങ്ങനെ കഴിച്ചോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വെപ്രാളം. അപ്പം അതൊക്കെ ഒന്ന് നോക്കി. ലഞ്ച് ബോക്സ് ഇപ്പോൾ 2 ദിവസമായിട്ട് കാലിയാക്കുന്നില്ല ഗൈസ്. ഫുള്ളും കഴിക്കണില്ല കേട്ടോ. സമയം തികയണില്ല എന്നാ പറയണേ. ഇനിയിപ്പോൾ നാളെ തൊട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. അതങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോഴേക്കും നിരവ് ഓടി വന്നു. പിന്നെ അവൻ്റെ യൂണിഫോം ഒക്കെ അഴിച്ച് അവനെ മേല് കഴിക്കാൻ കൊണ്ടുപോകണം. അതിനിടയിൽ അവൻ്റെ ഫ്രണ്ട് റയാൻ മിഠായി തിന്നു എന്നൊക്കെ കുറേ വിശേഷങ്ങൾ പറയുന്നുണ്ട്. വേഗം പോയി കുളിപ്പിച്ചെടുത്തു. അതിൻ്റെ ഇടയിൽ ഭയങ്കര കൊഞ്ചലും കിണുങ്ങലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അത് 2 കൈയും കൂടെ പൊക്കിയിട്ട് നിൽക്കണം. പിന്നെ എന്തൊക്കെയോ യോഗ അതും ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പത്രാസാണി കാണിച്ചോണ്ടിരിക്കണം. അങ്ങനെ ഇതാ വേഗം ചീർപ്പൊക്കെ എടുത്ത് മുടിയൊക്കെ കീറി പിന്നെ ഇതാ എടുത്തോണ്ട് പോവാണ് കേട്ടോ അടുക്കളയ്ക്ക്. അവല് നനച്ചിട്ടെന്ന് പറയുമ്പോൾ നല്ല സന്തോഷമൊക്കെ ആയിരുന്നു. അങ്ങനെ അടുക്കളയ്ക്ക് ഓടി വന്നപ്പോഴാട്ടെ തേങ്ങ വെള്ളം കണ്ടത്. എന്നാൽ പിന്നെ അത് കുടിച്ചിട്ടാവാന്ന് വെച്ചിട്ട് അതെടുത്ത് കുടിച്ചു. ഞാൻ നമ്മുടെ പാൽ ചായയൊക്കെ അരിച്ച് അതിൻ്റെ പാടൊക്കെ കളഞ്ഞ് പിന്നെ അതാ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അപ്പോഴേക്കും ആ നീരവ് വന്ന് എത്തിച്ചു നോക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ കുറച്ച് ബാക്കിലേക്കുള്ള നടത്തും ഫ്രണ്ടിലേക്കുള്ള നടത്തും. ഞാൻ വിചാരിച്ച് തലയും കുത്തി അവിടെ കിടക്കുന്നു. പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ. സ്ഥിരമായിട്ട് പറയണ പോലെ TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോക്കിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ അവിടെ കാണുക. അത് കഴിയുമ്പോഴേക്ക് 5:30 ആവാറായിട്ടുണ്ട് കേട്ടോ. വേഗം പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ മേല് കഴുകിയിട്ട് ഓടി വന്ന് വിളക്ക് വയ്ക്കുകയാണ്. ഞാൻ വേഗം വിളക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ മിനിയൻ്റെ കൂടെ പോയി കുറച്ച് തൈര് ഓർഡർ ഒഴിക്കാണ്ടായിരുന്നു. കുറച്ച് തൈര് തരുമോ ചോദിക്കാൻ വേണ്ടി പോയതാട്ടോ. സന്ധ്യയാകുമ്പോഴേക്കും മേടിക്കല്ലേ നല്ലത്. അങ്ങനെ ഞാൻ മേടിച്ചോണ്ടെന്ന് അതിൻ്റെ കൂട്ടത്തിൽ കുറേ റോസ പൂത്ത് നിൽക്കുന്നുണ്ട്. അതും കൂടെ വീഡിയോ വീടിൻ്റെ അകത്ത് കയറ്റിയിട്ട് പിന്നെ നമ്മൾ പോവുകയാണെങ്കിൽ ചോദിച്ചു അടക്കി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.